ഈ പണ്ട് കെ കരുണാകരൻ എ ഗ്രൂപ്പിനെതിരെ പടം നയിക്കുന്ന കാലത്തെ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. 2003-2004 ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. കേരളം മുഴുവൻ വലിയ പൊതുയോഗങ്ങൾ നടത്തി കെ കരുണാകരൻ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്. തിരുവനന്തപുരത്ത്, എറണാകുളത്തൊക്കെ വലിയ ജനമാണ്. തിരിച്ച് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലും പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എ ഗ്രൂപ്പിൻ്റെ കോട്ടയത്ത് ഒരു പരിപാടി നടന്നു, ആൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അന്ന് കെ കരുണാകരനും കെ മുരളീധരൻ തിരിച്ച് പറഞ്ഞൊരു കളിയാക്കിക്കൊണ്ട് പറഞ്ഞൊരു സാധനമുണ്ട്. ഉമ്മൻചാണ്ടി സംസാരിക്കുമ്പോൾ സദസ്സിനെ അല്ല നോക്കിയത്, വേദിയെ നോക്കിയാണ് സംസാരിച്ചത്. കാരണം വേദിയിലായിരുന്നു ആൾ കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നതൊരു വലിയ രാഷ്ട്രീയ പരിഹാസമായി നീണ്ടുന്നതാണ്. ഇന്ന് അയ്യപ്പ സംഗമത്തിൽ ഏതാണ്ട് സമാനമായൊരു സാഹചര്യമാണ് ഞാൻ കണ്ടത്. ആൾ കൂടുതലാണോ കുറവാണെന്നുള്ള സത്യത്തിൽ പ്രസക്തമല്ല, എന്നാലും അതൊരു തർക്കമായി ഇന്ന് വന്നതുകൊണ്ട് പറയുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി അത് ആണെന്ന് പറഞ്ഞതോടുകൂടി തന്നെ അതിനകത്ത് CPM ഡിഫൻസിലായിട്ടുമുണ്ട്. VN വാസവനാണ് കൃത്യമായി അതിനകത്തൊരു കാര്യം പറഞ്ഞത്. VN വാസവൻ പറഞ്ഞു, ആദ്യത്തെ പൊതു പരിപാടിക്ക് ശേഷം 3 വേദികളുണ്ടായിരുന്നു. അതിലൊന്ന് പ്രധാന വേദിയാണ്, മറ്റ് രണ്ട് വേദികളാണ്. പ്രധാന വേദിയിൽ നിന്ന് ആളുകൾ പോയത് കൊണ്ടാണ് നിങ്ങളെ പ്രധാന വേദിയിൽ ആളെ കാണാത്തത്. മറ്റ് 2 വേദിയിലും ആളുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കുക, യൂട്യൂബിലൊക്കെ എല്ലാ ചാനലുകളുടെയും ഉണ്ട്. പ്രധാന വേദിയിലാണ് പിന്നെയും ആളുകളുള്ളത്. ഒരു 400, 410, 420 ആൾ കാണും. രണ്ടാമത്തെയും മൂന്നാമത്തെയും വേദിയിൽ, അതായത് സ്പിരിച്വൽ ടൂറിസം, അതുപോലെ തന്നെ ആൾക്കൂട്ട നിയന്ത്രണം. ഈ ആൾക്കൂട്ട നിയന്ത്രണത്തിൽ 200 പേരിൽ താഴെയുള്ളൂ. ആൾക്കൂട്ട നിയന്ത്രണമാണ് വിഷയം. മറ്റെടുത്തു അത്ര നിയന്ത്രണം നടപ്പാക്കിയതാ. അതാണ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. സത്യമാണ്. പക്ഷേ നേരത്തെ ശ്രീ ആൻഡ്രൂ ആഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഈ ആളെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു പാർട്ടിയല്ല CPM വിചാരിച്ച് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ശ്രദ്ധ, നേരത്തെ കെ കരുണാകരനും മുരളീധരനും പറഞ്ഞ പോലെ ശ്രദ്ധ സദസ്സിലായിരുന്നില്ല, വേദിയിലായിരുന്നു. എത്ര പേരെ വേദിയിൽ കൊണ്ടുവരാം എന്നതിലായിരുന്നു അന്നും എ ഗ്രൂപ്പിൻ്റെ ശ്രദ്ധ. ആളൊന്നും പോയിട്ടില്ല എന്നുള്ളതിൽ ഇത്തവണയും അതായിരുന്നു. നോക്കൂ, വേദിയിൽ ആരൊക്കെയാണ് ഇരുന്നത്. 28 ഹിന്ദു സംഘടനകളുടെ പിന്തുണയോട് കൂടിയാണ് ഈ പരിപാടി നടന്നത്. NSSൻ്റെ വൈസ് പ്രസിഡന്റ്, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, ഇത്രയും പേര് പങ്കെടുത്ത് സദസ്സിനെ വൻ വിജയമാക്കി തീർത്ത ഒരു പരിപാടിയാണ്. അതിനിടയ്ക്ക് ഇതിലേക്ക് ഒരു ശ്രദ്ധ ഒന്ന് പാളിപ്പോയതായിരിക്കാനാണ് സാധ്യത. പിന്നെ ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടക്കുമ്പോൾ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് 10,000-3,500 പേർ വന്നിരിക്കുമ്പോൾ അവിടെ, അതായത് എത്ര മണിക്കാണ് പരിപാടി, 11:30 ഇത് കഴിഞ്ഞിട്ട് 2:30 ആകുമ്പോഴത്തേക്കും തീർന്നു. 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂറിനപ്പുറം പോയിട്ടില്ല. അത്രയും സമയം കൊണ്ട് ഒന്നും ഒരു മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനുള്ള സമയമോ സാഹചര്യമോ പമ്പയിലെന്നല്ല, കേരളത്തിൽ നിന്ന് ലോകത്തോട്ടത്ത് നടക്കില്ല. അതൊരു നമ്പറാണ്. പക്ഷേ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു, ഭക്തരുമായി ഈ വിഷയം സംവദിക്കുന്നു എന്ന് തെളിയിക്കാനുള്ളൊരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഇത്രേ ഉദ്ദേശിക്കുകയുള്ളൂ, ഇത്രേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പത്രങ്ങളിൽ വന്ന വിശദമായിട്ടുള്ള സജഷൻസ് വന്നു എന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം പാനൽ ഡിസ്കഷനിലാണ്, അല്ല താഴെ എന്നുള്ളതല്ല. അപ്പോൾ അതാണ്. അപ്പോൾ താഴെ നിന്ന് ആളുകൾ അങ്ങനെ എന്തെങ്കിലും വരണമെന്നോ ആരും പ്രതീക്ഷിച്ചിട്ടുമില്ല. സദസ്സ് എത്ര മോശമായാലും വേദിയിലിരിക്കുന്നത് ഗംഭീരമായിരിക്കണം എന്നുള്ളതാണ് CPMൻ്റെ പ്ലാൻ. കാരണം ഇതൊരു പൊളിറ്റിക്സാണ്. ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ള മാസങ്ങൾ നടക്കുന്ന ഈ പരിപാടിയിലൂടെ ഹിന്ദു സമുദായത്തിൻ്റെ വോട്ട് ഉറപ്പിക്കണം എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ വേദിയിൽ എത്തിക്കുക മാത്രമല്ല, സ്റ്റേറ്റ് കാറിലാണ് കൊണ്ടുവന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അദ്ദേഹത്തിന് സ്വന്തമായി ഒരു കാറില്ലാത്തത് കൊണ്ടല്ലല്ലോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയോടൊപ്പം സ്റ്റേറ്റ് കാറിലൂടെ വന്നത്. അത് മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ആ മെസ്സേജിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് ആ മെസ്സേജ്? SNDP യോഗം ജനറൽ സെക്രട്ടറി ഈഴവ സമുദായം എന്നോടൊപ്പമാണെന്ന് മാത്രമല്ല, അത് ഇന്ന് മുസ്ലിം ലീഗ് പറഞ്ഞപ്പോൾ അതിനൊരു വേറൊരു മെസ്സേജ് കൂടി കൃത്യമായി പുറത്തു വന്നതായി എല്ലാവർക്കും മനസ്സിലായി. എന്താണത്? കഴിഞ്ഞ 3-4 മാസമായി മുസ്ലിം സമുദായത്തിനെതിരെ വളരെ മോശം പ്രയോഗം നടക്കുന്ന ഒരാളെയാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റ് കാറിൽ കൊണ്ടുവന്നത്. അത് മുഖ്യമന്ത്രി അറിഞ്ഞായാലും അറിയാതെയായാലും അത് കൊടുക്കുന്ന മെസ്സേജ് അതിഭീകരമാണ്. അത് മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞ ഒരാളെ ചേർത്ത് പിടിക്കുന്നതിന് തുല്യമാണ്. അതോടൊപ്പമാണ് യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞ UPയുടെ മുഖ്യമന്ത്രിയുടെ സന്ദേശത്തോടെ വായിച്ചത്. ഇപ്പോൾ സർക്കാർ പറഞ്ഞല്ലോ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഞങ്ങൾ ക്ഷണക്കത്ത് അയച്ചു, അതുപോലെയാണ് ഉത്തർപ്രദേശിനും ക്ഷണക്കത്ത് അയച്ചത്. ശരി, അതിലാരും വന്നില്ല, ഒരു മുഖ്യമന്ത്രിയും വന്നില്ല, അതും ശരി. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജ് യോഗത്തിൽ പരിപാടിയിൽ വായിക്കണോ വേണ്ടോ എന്നുള്ളത് രാഷ്ട്രീയ തീരുമാനമാണ്. ഇവിടെയാണ് നിങ്ങളൊരു സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ വിൽ സ്റ്റാലിനെ വായിച്ചു. പക്ഷെ വായിക്കാതിരിക്കുക, ഏത് വായിക്കണം ഏത് വായിക്കേണ്ട എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. അങ്ങനെയാണ് സർക്കാർ ഒരു മെസ്സേജ് കൊടുക്കുക. അത് ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ വീടിച്ച് തകർക്കുന്ന, വളരെ വലിയ വർഗീയവാദി എന്ന് CPMൻ്റെ ദേശീയ നേതാക്കളടക്കം പറയുന്ന, MAB അടക്കം ലേഖനങ്ങൾ എഴുതുന്ന യോഗി അതിൻ്റെ സന്ദേശം ആ യോഗത്തിൽ വായിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് മനഃപൂർവ്വം എടുത്ത തീരുമാനമാണ്. അതിലൂടെ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു പടി കൂടി കടന്ന് വേണമെങ്കിൽ BJP ഒന്ന് തോണ്ടി, ആദ്യം മുസ്ലിം സമുദായത്തിനെതിരെ വളരെ മോശം പരാമർശം വെള്ളാപ്പള്ളി സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങുന്നു. ആ യോഗത്തിൽ വെള്ളാപ്പള്ളിയും പിണറായി വിജയനും എത്തുന്നു. അവിടെ UP മുഖ്യമന്ത്രി BJPയുടെ പടക്കുതിര യോഗി ആദിത്യനാഥ് എന്ന ബുൾഡോസർ രാജിൻ്റെ പ്രസ്താവന വായിക്കുന്നു.
ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കണം. ഇത് ഒരു വളരെ വ്യക്തമായ പൊളിറ്റിക്കൽ മെസ്സേജാണ്. ഇനി യോഗത്തിൻ്റെ പ്രസംഗത്തിലോ വെള്ളാപ്പള്ളി നടേശൻ പല കാര്യങ്ങളും പറഞ്ഞതോടൊപ്പം മുഖ്യമന്ത്രി ഒരു അയ്യപ്പ ഭക്തനാണെന്നും പറഞ്ഞു, അല്ലേ? ഇതുവരെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല, അത് നിഷേധിച്ചിട്ടില്ല. മുമ്പൊരു നേതാവുണ്ടായിരുന്നു, മത്തായി ചാക്കോ, മരിച്ചുപോയി. അന്ന് കത്തോലിക്ക സഭയുടെ ഒരു പ്രധാനപ്പെട്ട ബിഷപ്പ് മത്തായി ചാക്കോ ക്രൈസ്തവ സഭയുടെ രീതികളനുസരിച്ച് കൂദാശ ഏറ്റുവാങ്ങിയ ശേഷമാണ് മരിച്ചതെന്ന് പറഞ്ഞു. അന്ന് പിണറായി വിജയൻ വിളിച്ച പേര് നികൃഷ്ടജീവി എന്നാണ്. അന്ന് പിണറായി വിജയൻ അത് വിളിക്കുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. സത്യത്തിൽ മനസ്സിൽ കൈയടിച്ച ആളും അങ്ങനെ പറയണം. മത്തായി ചാക്കോ CPM കാരനാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അന്ന് അതിനെ എതിർത്ത് പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 48 മണിക്കൂർ കഴിയുന്നു. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന വായിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അയ്യപ്പ ഭക്തനായ പിണറായി വിജയൻ എന്ന പ്രസ്താവനയോട് ഒരു മറുപടി പോലും പറയാത്ത പിണറായി വിജയൻ, പഴയ പിണറായി വിജയനിൽ നിന്ന് പുതിയ പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് ഞാനിവിടെ അളക്കുന്നത്. അത് വേറെ ഏതെങ്കിലുമായി അടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാലം തെളിയിക്കട്ടെ. പക്ഷേ വളരെ കൃത്യമായൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. നമ്മുടെ വിഷയം ലോകപ്രശസ്ത വിജയമോ എന്നാണ്. ഇത് ലോകപ്രശസ്ത വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയല്ല. ഇതൊരു ദേശീയ വിജയത്തിനുണ്ടാക്കിയ പരിപാടിയുമല്ല. ഇത് സർവ്വ കേരള വിജയത്തിന് വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണ്. ഹിന്ദു സമുദായത്തെ മൊത്തത്തിൽ തടുത്തുകൂട്ടി ഒരു കാരണവശാലും അടുത്ത തവണ വോട്ട് ചോർന്നു പോകാതിരിക്കാനുള്ള അഖില കേരള വിജയ പരിപാടിയാണ്. ആ അർത്ഥത്തിൽ അഖില കേരള വിജയമുണ്ടായോ ഈ അയ്യപ്പ സംഗമം കൊണ്ട് എന്നുള്ളത് അടുത്ത 5-6 മാസങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാം, അപ്പോൾ തെളിയിക്കപ്പെടും. പക്ഷേ അതിന് CPM കൊടുക്കേണ്ടി വരുന്ന വില എന്തായിരിക്കുമെന്നുള്ളതും നമുക്ക് മറന്നുകൂടാ. വളരെ അപകടം പിടിച്ച ഒരു ഗെയിമാണ് കളിക്കുന്നത്. ഒരു ഘട്ടം കൂടി കടന്നിരിക്കുകയാണ്. നോക്കണം, യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന CPM കൂടി പങ്കെടുക്കുന്ന CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പരിപാടിയിൽ വായിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM നൽകാൻ പോകുന്ന മെസ്സേജ്? എന്താണ് മുസ്ലിം സമുദായത്തിനെതിരെ ഭർസനം നടത്തുന്ന ഒരു നേതാവിനെ സ്റ്റേറ്റ് കാറിൽ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് മുഖ്യമന്ത്രി നൽകിയ മെസ്സേജ്? CPMൻ്റെ ജനറൽ സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത്, ദേശീയ നേതൃത്വം എന്താണ് പറയാനുള്ളത്, നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല. ഇതിപ്പോൾ പിണറായി വിജയൻ തീരുമാനിക്കുന്ന, CPMൻ്റെ സംസ്ഥാന ഘടകം തീരുമാനിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അത് ഭൂരിപക്ഷ വോട്ടുകൾ പൂണ്ടടക്കം പിടിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ കണ്ടു തീർത്തത്. Meet the editors.